കുറച്ചധികം കോയിൻസിഡൻസസ് പ്ലോട്ടിനെ മുന്നോട്ട് നീക്കുന്ന ത്രില്ലർ. എന്നാലും ആദ്യ പകുതി കൊള്ളാം. എന്നാൽ രണ്ടാം പകുതി എത്തിയപ്പോൾ ഓവറായി എന്തൊക്കെയോ കുത്തിക്കയറ്റി കൺഫ്യൂഷനാക്കി കളഞ്ഞു. ഒരു മെഡിക്കൽ കണ്ടീഷനെ പറ്റിയുള്ള പുതിയൊരു അറിവ് കിട്ടി. ഇതൊക്കെയാണ് ഐഡന്റിറ്റി എന്ന സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തോന്നിയ കാര്യങ്ങൾ. ഐഡന്റിറ്റി എന്ന സിനിമയുടെ അനാലിസിസ് വീഡിയോ ആണ്, സ്പോയിലേഴ്സ് ഉണ്ടായിരിക്കും. പെൺകുട്ടികളുടെ സമ്മതമില്ലാതെ അവരുടെ നഗ്ന വീഡിയോ എടുത്ത് അത് കാട്ടി അവരുടെ കുടുംബത്തെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന വില്ലൻ, അതൊരു യൂഷ്വൽ ത്രെഡാണ്. ആ വീഡിയോ ലീക്കാകാതിരിക്കാൻ ഏതറ്റം വരെയും പോകുന്ന കുടുംബക്കാർ, അതും യൂഷ്വൽ ആണ്. ഈ സിനിമയിലും അതൊരു മെയിൻ ത്രെഡാണ്. പക്ഷേ യൂഷ്വൽ അല്ലാത്ത ഒന്ന് ക്രൈം സീൻ കണ്ട ഐ വിറ്റ്നസിന്റെ മെഡിക്കൽ കണ്ടീഷനാണ്. അവർക്ക് മനുഷ്യരുടെ മുഖങ്ങൾ വേർതിരിച്ചറിയാനുള്ള കഴിവില്ല. ഒരു ഐ വിറ്റ്നസിന് അങ്ങനെയൊരു അസുഖം, അത് നല്ലൊരു സാധ്യതയാണ്. ആ സാധ്യതയെ തരക്കേടില്ലാതെ ഉപയോഗിച്ചൊരു സിനിമയാണ് ഐഡന്റിറ്റി. ആദ്യ പകുതിയിലെ സിനിമയുടെ പേസ് ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറിന് ചേർന്ന രീതിയിലാണ്. എന്നാൽ രണ്ടാം പകുതി എത്തുമ്പോൾ അതൊരു ആക്ഷൻ ത്രില്ലറായി മാറുന്നുണ്ട്. രണ്ടാം പകുതിയിലെ നരേഷൻ ആൻഡ് സ്ക്രീൻ പ്ലേ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ളതാണ്. നരേഷനിലൂടെ ഒരു കഥയെ കോംപ്ലക്സ് ആക്കുന്ന ഒരു രീതി, അത് വേണ്ടായിരുന്നു എന്ന് തോന്നി. രണ്ടാം പകുതിയിലെ പ്ലെയിനിൽ വരുന്ന പോർഷൻസ് ഒക്കെ വളരെ ത്രില്ലിംഗ് ആയിരുന്നു. വിനയ് റായിയുടെ വില്ലൻ തുടക്കത്തിലൊക്കെ ഗംഭീരമാണെങ്കിലും അവസാനത്തെ ഫൈറ്റ് സീനിലൊക്കെ എത്തുമ്പോൾ ഒരു യൂഷ്വൽ വില്ലനായി മാറുന്നുണ്ട്. ടോവിനോ OCD ഉള്ള കഥാപാത്രം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. വേഷവിധാനം, ബോഡി ലാംഗ്വേജ് ഒക്കെ കൊണ്ട് ഒട്ടും ഓവറാക്കാതെ നല്ല രീതിയിൽ തന്നെ ആ കഥാപാത്രത്തിന്റെ പ്രത്യേകത പുറത്തു കൊണ്ടുവരുന്നുണ്ട്. ശരീരപ്രകൃതി ഏകദേശം ഒരേപോലെ ഇരിക്കുന്ന വിനയ് റായിയെയും ടോവിനോയെയും ആ കഥാപാത്രങ്ങൾക്ക് തെരഞ്ഞെടുത്തത് നന്നായി. അതുപോലെ ടോവിനോ തെറ്റിച്ച് വരയ്ക്കുന്ന മുഖം, ടോവിനോയുടെ ഭയത്തിൽ നിന്ന് വന്ന കുറച്ച് വ്യത്യസ്തമായ മറ്റൊരു മുഖം എന്ന ഒറ്റ കാഴ്ചയിൽ നമുക്ക് തോന്നുമ്പോൾ അങ്ങനെ ഒരു മുഖം മറ്റൊരു സീനിൽ നേരിട്ട് പ്രത്യക്ഷപ്പെടുമെന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഇടത്ത് ആ മുഖവുമായി വേറൊരാൾ വന്നത് നന്നായിരുന്നു. ചുരുക്കത്തിൽ ചിലരുടെ കാസ്റ്റിംഗ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. എന്റെ ഏട്ടൻ ആരാ എന്ന് തനിക്ക് അറിഞ്ഞുകൂടാ എന്ന് ഹരന്റെ അനിയത്തി പറയുന്ന ആ ഭാഗം കണ്ടപ്പോൾ പോക്കിരിയിലെ വിജയെ പോലെ വല്ല പോലീസ് ഉദ്യോഗസ്ഥനുമാണോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ട്വിസ്റ്റ്. എയർ മാർഷൽ, അത് നന്നായിരുന്നു. ഒരു പ്രശ്നമായി തോന്നിയത് കഥയിലെ കഥാപാത്രങ്ങളുടെയൊക്കെ തൊഴിൽ കഥയിലെ ട്വിസ്റ്റുകൾക്ക് വേണ്ടി യോജിച്ച രീതിയിൽ തന്നെ വരുന്നതാണ്. വിറ്റ്നസ് ആയവർ പ്ലെയിനിൽ ഒരുമിച്ച് വരുമ്പോൾ അവരെ കൊല്ലാൻ നിൽക്കുന്ന വില്ലൻ, അപ്പോൾ നായകൻ എയർ മാർഷൽ. നായകന്റെ പെങ്ങൾ വഴി രക്ഷപ്പെടാൻ മുഖം മറച്ച് ഹോസ്പിറ്റലിൽ ഫേസ് റീകൺസ്ട്രക്ഷൻ സർജറി എന്ന വ്യാജേന പോകുന്ന വില്ലൻ, അപ്പൊ നായകന്റെ പെങ്ങൾ ഡോക്ടർ. അങ്ങനെ കഥാഗതിക്ക് അനുസരിച്ച് പ്ലേസ് ചെയ്യപ്പെട്ട തൊഴിലുകൾ കുറച്ച് അധികമായതുപോലെ തോന്നി. പിന്നെ തുടക്കത്തിൽ വിനയ് റായിയുടെ പോലീസ് വിറ്റ്നസുമായി കേരള പോലീസിന്റെ അടുത്തെത്തുമ്പോൾ ആ സ്ഥലത്ത് തന്നെ അയാൾ അന്വേഷിക്കുന്ന പ്രതി, അതായത് നായകനുള്ളത്. ആ കേസിൽ കറക്റ്റായി ഇൻവോൾവ് ആകാൻ നായകൻ സ്കെച്ച് ആർട്ടിസ്റ്റ് ആയിരിക്കുന്നത്. അങ്ങനെ കുറേയധികം കോയിൻസിഡൻസസ് ഒരു ത്രില്ലർ സിനിമയുടെ ത്രില്ലിംഗ് ആസ്പെക്ട് കുറയ്ക്കും. പിന്നെ മറ്റു കുറച്ച് പ്രശ്നങ്ങളും ഫീൽ ചെയ്തു. ഒന്ന്, ടോവിനോയെ വില്ലൻ വെടിവെച്ചതിന് ശേഷം അതിന്റെ യാതൊരു ലക്ഷണവും പിന്നീട് ടോവിനോയുടെ മേലില്ല. വേറൊന്ന്, വില്ലന്റെ കാർ ക്രാഷ് ആയതിനു ശേഷം ടോവിനോ എന്തോ കണ്ട് ഞെട്ടുന്നത് പോലെയാക്കി ആ സീൻ കട്ടാക്കുന്നുണ്ട്. എന്നാൽ പിന്നീട് കാണിക്കുമ്പോൾ അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. അത് ചീപ്പായി തോന്നി. മറ്റൊന്ന്, തൃഷയുടെ കഥാപാത്രത്തിന്റെ ആ കണ്ടീഷൻ വെച്ച് അവരെ അവസാനം ആളെ ഐഡന്റിഫൈ ചെയ്യാൻ ഫോഴ്സ് ചെയ്യുന്നത്. ബുദ്ധിയുള്ള ഒരു എയർ മാർഷൽ ആ ഒരു പ്ലാനിൽ അത്രയും വലിയ റിസ്ക് എടുക്കില്ല. പിന്നെ ആ കാർ ചേസ് സീൻ വിഷ്വലി നല്ലതായിരുന്നുവെങ്കിലും വില്ലൻ ആ സമയത്ത് അങ്ങനെ ചെയ്യുന്നത് ആ ക്യാരക്ടറിന് യോജിച്ചതായി തോന്നിയില്ല. പിന്നെ നിർത്താത്ത കാറിൽ നിന്ന് തൃഷയുടെ കഥാപാത്രത്തോട് ചാടാൻ പറയുന്നതും ഓവറായി തോന്നി. ചില സന്ദർഭങ്ങളിലെ സ്ലോ മോഷൻ ഷോട്ട്സ് അനാവശ്യമായി തോന്നി. അതായത് ഒരു പ്ലോട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ത്രില്ലർ സിനിമയ്ക്കിടെ അനാവശ്യമായി സ്റ്റൈലിഷ് മാസ് സിനിമ കുത്തിക്കയറ്റാൻ ശ്രമിക്കുന്നത് പോലെ. അതുപോലെ ചില ഷോട്ട്സിൽ ക്ലോസപ്പ് ഫ്രെയിംസ് ഒക്കെ കാണിക്കുന്നതിന് ഒരു സിഗ്നിഫിക്കൻസും ഇല്ലാത്തതുപോലെ തോന്നി. മറ്റൊന്ന്, അജുവിന്റെ പോലീസിനെ കൊല്ലുന്ന സീനിൽ തൃഷയുടെ കഥാപാത്രം വിനയ് റായിയുടെ കഥാപാത്രം ടോവിനോയുടെ കഥാപാത്രമാണെന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട്. പക്ഷെ അതപ്പോ പ്രേക്ഷകർക്കും അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. അത് വലിയൊരു പ്രശ്നമായാണ് തോന്നിയത്. കാരണം അവിടെ തൃഷയുടെ POVയിലല്ല ക്യാമറ. അതുകൊണ്ട് നമ്മൾ പ്രേക്ഷകരെയും അതങ്ങനെ കാണിക്കുന്നത് ഒരു ചീപ്പ് ട്രിക്കായാണ് തോന്നിയത്. അതുപോലെ നമ്മൾ അത് മനസ്സിലാക്കി വീണ്ടും കാണുമ്പോൾ അജുവിന്റെ റിയാക്ഷനും അവിടെ ഒട്ടും സ്യൂട്ടബിൾ ആയി തോന്നിയില്ല. യഥാർത്ഥത്തിൽ അത് ടോവിനോയുടെ ക്യാരക്ടർ ആണെങ്കിൽ മാത്രമേ അജു അങ്ങനെ സർപ്രൈസ് ആയി നിൽക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ പതിവ് പോലെ വില്ലന് നായകനെ കൊല്ലാനുള്ള സാഹചര്യം ഉണ്ടായിട്ടും ഒരു വെടി മാത്രം വെച്ച് കൊല്ലാതെ പോകുന്നുണ്ട്. പിന്നെ മേജർ രവിയുടെ കഥാപാത്രം അവസാനം വന്ന് എന്തൊക്കെയോ പറയുന്നത് ബോറായാണ് തോന്നിയത്. സയന്റിഫിക് ടേംസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഷമ്മി തിലകന്റെ കഥാപാത്രത്തെ പ്ലേസ് ചെയ്തത് നന്നായി. കാരണം സംഭവം കുറച്ച് സ്പൂൺ ഫീഡിംഗ് ആണ്. അത് ഷമ്മി തിലകന്റെ ശബ്ദത്തിലായതുകൊണ്ട് ഒരു പരിധി വരെ കൺവിൻസിംഗ് ആയി തോന്നി. ഇനി നഗ്ന സീൻ കാട്ടി ഭീഷണിപ്പെടുത്തൽ എന്ന സംഭവത്തെക്കുറിച്ച് ചിലത് പറയാനുണ്ട്. ഞാൻ ഫേസ്ബുക്കിൽ ഇതിനെക്കുറിച്ച് ഒരു പോസ്റ്റ് കണ്ടിരുന്നു. ഇന്നത്തെ കാലത്ത് ഈ നഗ്ന സീൻ ഭീഷണിയൊക്കെ ഏൽക്കുമോ? ഓൺലി ഫാൻസും ഡീപ് ഫേക്കും ഒക്കെ അരങ്ങ് തകർക്കുന്ന കാലമല്ലേ ഇത്? ഇനി അങ്ങനെ ഒരു വീഡിയോ ഇറങ്ങിയാൽ തന്നെ അത് ഡീപ് ഫേക്ക് ആണെന്ന് പറഞ്ഞാൽ പോരെ? ഓൺലി ഫാൻസ് പോലുള്ളവ ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത തലമുറയാണോ നഗ്ന വീഡിയോ കാട്ടി പേടിപ്പിക്കാൻ നോക്കുന്നത്? ആ ഒരു രീതിയിൽ നോക്കിയാൽ ഈ സിനിമ ഇക്കാലത്ത് ഒട്ടും കൺവിൻസിംഗ് അല്ല എന്ന്. പക്ഷെ സിനിമയിലാണെങ്കിൽ ഒരു പെൺകുട്ടിയുടെ അച്ഛൻ ആ വീഡിയോ പുറത്തു വരാതിരിക്കാൻ വേണ്ടി നിരപരാധികളായ ഒരു കൂട്ടം മനുഷ്യർ സഞ്ചരിക്കുന്ന ഒരു പ്ലെയിൻ വരെ ക്രാഷ് ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. മറ്റൊരു രംഗത്ത് വില്ലൻ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുന്നത്, ഞാനൊന്ന് വിചാരിച്ചാൽ നിന്റെ ഈ വീഡിയോ വെറും സെക്കൻഡുകൾ കൊണ്ട് ടെലിഗ്രാമിലും മറ്റു ചില സൈറ്റുകളിലും ലക്ഷക്കണക്കിന് പേർ നിമിഷങ്ങൾക്കകം കാണുമെന്നാണ്.
അതായത് ഒരു പെൺകുട്ടിയെ അവളുടെ സമ്മതമില്ലാതെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ കാണാൻ ലക്ഷക്കണക്കിന് ആളുകൾ റെഡിയാണ് എന്ന് മാത്രമല്ല അവർ കാത്തിരിക്കുകയാണ് അത്തരം ദൃശ്യങ്ങൾ ഈ സൈറ്റുകളിൽ എത്താനെന്ന്. ഇതെല്ലാം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഈ പീഡന ദൃശ്യം അല്ലെങ്കിൽ നഗ്ന ദൃശ്യം വൈറലാകുന്നതിനെ പേടിക്കേണ്ടി വരാത്തത് ഓൺലി ഫാൻസിലൂടെയൊക്കെ ഓൾറെഡി സ്വയം നഗ്നരാവാൻ തയ്യാറായവർക്ക് മാത്രമാണ് എന്നതാണ്. അതായത് ഈ ലക്ഷക്കണക്കിന് വരുന്ന പേവേർട്ടുകളെ പേടിക്കേണ്ടാത്തത് അവർക്കും ചില സെലിബ്രിറ്റീസിനും മാത്രമാണ്. സാധാരണ സ്ത്രീകളെ ഇന്നും ലക്ഷക്കണക്കിന് ആളുകൾ നിന്റെ നഗ്ന ദൃശ്യം കാണുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കാൻ പറ്റും നമ്മുടെ നാട്ടിൽ. അത് മാത്രമല്ല കുടുംബക്കാർ അത് പുറത്തു വരാതിരിക്കാനായി എന്തും ചെയ്യും. സിനിമയിൽ പുതുതായി കൊണ്ടുവന്ന ചില അറിവുകൾ, ഉദാഹരണത്തിന് സ്കെച്ച് ആർട്ടിസ്റ്റുകൾ വരയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്സ്, ഇതൊക്കെ കാണിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടു. രണ്ടാം പകുതിയിൽ സംഭവങ്ങൾ കുറച്ച് സ്കാറ്റേർഡ് ആയി പോയത്, കുറച്ചധികം കോയിൻസിഡൻസസ് കഥയുടെ മുന്നോട്ട് പോക്കിന്റെ എളുപ്പത്തിന് വേണ്ടി ചേർക്കപ്പെട്ടത്, അതൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്താണ് ഐഡന്റിറ്റി എന്ന സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.